Hi friends, welcome to Pluto Creations. ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് ഇതാ ഒരു തടിയുടെ മേശയാണ്. ഇതിലെ കുറച്ച് ഹോൾസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. അപ്പോൾ ഇത് ഓരോ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച ഹോൾസ് ഒക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ മേശയുടെ നീളം ഒന്ന് കൂട്ടാൻ പോവാണ്. നീളം കൂട്ടുന്നത് പറഞ്ഞാൽ ഒന്നിനും ഈ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ആ സൈഡിൽ നിന്ന് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ അത്യാവശ്യത്തിനൊക്കെ കയറി ഇരിക്കാനൊന്നും പറ്റത്തില്ലായിരിക്കും. നമ്മുടെ അത്യാവശ്യത്തിനൊക്കെ സാധനങ്ങളൊക്കെ വെക്കാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലൊരു എക്സ്റ്റൻഷനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലും ഇതുപോലുള്ള ചെറിയ മേശകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ എക്സ്റ്റെൻഡ് ചെയ്ത് നീളമൊക്കെ കൂട്ടാൻ പറ്റുന്നതാണ്. പിന്നെ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തിരിച്ച് മടക്കി വെക്കാം എന്ന രീതിയിലുള്ളതാണ്. ഇപ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ നീളം കൂട്ടിയാൽ മതി, അല്ലാത്തപ്പോൾ അത് തിരിച്ച് മടക്കിയിടാം. അങ്ങനെ രീതിയിലാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വർക്ക് തുടങ്ങാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ഒരു 1 ഇഞ്ച് പ്ലൈവുഡിൻ്റെ പീസുണ്ട്. ഇതിൻ്റെ കുറേ ഭാഗമൊക്കെ കട്ട് ചെയ്ത് വേറെ ഓരോ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിച്ചതാണ്. അപ്പോൾ ഈ ഒരു പ്ലൈവുഡിൻ്റെ പീസാണ് ഞാൻ നമ്മുടെ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാനിവിടെ കുറച്ച് പവർ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ പ്ലൈവുഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമാണ് പവർ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേറെ എവിടെയെങ്കിലും കൊടുത്ത് കട്ട് ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ പരിചയം കുറവുള്ളവർ, അതായത് പവർ ടൂൾസ് യൂസ് ചെയ്ത് പരിചയം കുറവുള്ളവർ അങ്ങനെ വേറെ എവിടെയും കൊടുത്ത് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ടൂൾസാണ് ഇതൊക്കെ. ഒരു ഡ്രില്ലറും ഒരു കട്ടറും റൂട്ടറും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി ആ പ്ലൈവുഡിൻ്റെ പീസ് ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പ്ലൈവുഡിൻ്റെ പീസൊക്കെ കറക്റ്റായിട്ട് വരച്ച് വെട്ടിയൊക്കെ എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു സ്കെയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മട്ടം യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനിപ്പോൾ മട്ടം എന്നാണ് പറയുന്നത്, സെറ്റ് സ്ക്വയർ എന്നും പറയും തോന്നുന്നു. ഇതിനെക്കുറിച്ച് ഇതിൻ്റെ വേറെ എന്തെങ്കിലും പേരൊക്കെ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യണം, നമുക്ക് കറക്റ്റ് 90 ഡിഗ്രി ആംഗിൾ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മട്ടം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേനും കട്ടറിൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള കട്ട് കിട്ടാനായിട്ട് ഉണ്ടാക്കിയിരുന്ന സാധനമാണ് ഇത്. ഇതിൽ കൂടെ ഇവിടെ ഇതുവഴിയായിരിക്കും നമ്മുടെ കട്ടർ ഇങ്ങനെ ഓടുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള കട്ടേ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അല്ലേ. ഇവിടെ ഇപ്പോൾ നമുക്ക് നല്ല കറക്റ്റ് ലെവല് കട്ടാണ് കിട്ടിയേക്കുന്നത് കണ്ടില്ലേ, ഒരു വ്യത്യാസമില്ല. ഇപ്പം നമ്മളിവിടെ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ആ മേശയുടെ വീതിക്ക് ഒരു 2 അടിയും കൂടെ നീളം എക്സ്റ്റെൻഡ് ആകുന്ന രീതിയിലാണ് ഇത് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സൈഡുകളെല്ലാം ഭയങ്കര ഷാർപ്പായിട്ടായിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്മൂത്ത് ആകാനായിട്ട് ഞാനിവിടെ ഒരു റൂട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു 45 ഡിഗ്രി ആംഗിളിൽ ഉള്ള റൂട്ടർ ബ്ലേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ ഇതിൻ്റെ സൈഡൊന്ന് ലെവലാക്കി വിടാനായിട്ട്. ലെവലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു എഡ്ജ് ഉണ്ടാക്കി വിടാൻ പോവാണ്. അപ്പോൾ ഒന്ന് സൈഡിൽ നിന്ന് കയ്യൊക്കെ ഉള്ളില്ലാത്ത രീതിയിലൊന്ന് ലെവലാക്കാനായിട്ട്. അപ്പോൾ ഇനി സൈഡൊന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ തടിയുടെ എല്ലാ സൈഡും ലെവലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്ലൈവുഡ് ഇതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് മേശയുടെ ഈ ഒരു സൈഡിലാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡ് നമുക്ക് ആദ്യം ലെവലാക്കണം, എന്നാൽ ഈ പ്ലൈവുഡ് കറക്റ്റ് ഇവിടെ ഫിറ്റ് ആകത്തുള്ളൂ. അതിനായിട്ട് നമ്മുടെ ഈ കട്ടർ കൊണ്ട് തന്നെ നമുക്കൊന്ന് ഇത് കട്ട് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കി എടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഈ കതകിനൊക്കെ പിടിപ്പിക്കുന്ന കൂട്ട് വിജാഗിരി ഞാൻ എടുത്തിട്ടുണ്ട്, ഹിഞ്ചസ്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ നമ്മുടെ എക്സ്റ്റൻഷൻ താത്താനും പൊക്കുന്ന രീതിയിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ടേബിൾ ഒന്ന് തിരിച്ചിടാം. ഈ ഒരു സൈഡിലാണ് നമുക്ക് നമ്മുടെ എക്സ്റ്റൻഷൻ ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ എക്സ്റ്റൻഷൻ ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഹിഞ്ചസ് എടുത്ത് ഇങ്ങനെയാണ് ഇവിടെ വെക്കാൻ പോകുന്നത്. ഇങ്ങനെ വെച്ചാൽ മാത്രമേ നമുക്കിനി ഇങ്ങോട്ട് ഈ തടി നമുക്ക് ഇങ്ങോട്ട് മാറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി 2 ഹിഞ്ചസും ഇതേലെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇതിലെല്ലാം മാർക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രില്ലർ യൂസ് ചെയ്തതിൽ ഹോൾ ഇടാം. നമുക്ക് സ്ക്രൂ വെക്കാനുള്ള ഹോൾ ഇടാൻ പോകുന്നത്. സ്ക്രൂ ആയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡ്രൈവാൾ സ്ക്രൂ ആണ്. ഈ കറുത്ത നിറമുള്ള ഈ സ്ക്രൂവിന് ഡ്രൈവാൾ എന്നാണ് പറയുന്നത്. പിന്നെ അത് കയറാൻ പാകത്തിനുള്ളൊരു കറക്റ്റായിട്ടുള്ള ഡ്രിൽ ബിറ്റ്, ഇച്ചിരി ടൈറ്റ് ആയിട്ട് കയറുന്ന രീതിയിലുള്ള ഡ്രിൽ ബിറ്റ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഹോൾ ഇട്ടിട്ട് ഈ സ്ക്രൂ അതിൽ വെച്ച് നമ്മുടെ വിജാഗിരി മുറുക്കാം. ഇപ്പം നമ്മൾ ഇതേല് വിജാഗിരി എല്ലാം സ്ക്രൂ വെച്ച് മുറുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മേശ ഒന്ന് നൂർത്തിട്ട് നോക്കാം. ഇപ്പം ഞാനിത് നൂർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ
ഇങ്ങനെ നൂർക്കാനും ഇങ്ങനെ താത്തിയിടാനും പറ്റും ഈ ഒരു എക്സ്റ്റൻഷൻ. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ സ്റ്റീലിൻ്റെ പൈപ്പാണ്. ഇതൊരു 1 ഇഞ്ച് സ്ക്വയർ പൈപ്പാണ്. ഞാനിപ്പോൾ ഒരു 1.5 അടി നീളത്തിൽ പൈപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗം ഞാനിങ്ങനെ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്, ഇങ്ങനെ നീളത്തിൽ. ഓക്കെ, ആംഗിൾ ഗ്രൈൻഡറിന് കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. അത് എടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലുള്ള നട്ടും ബോൾട്ടും ഇതിനകത്തൂടെ കയറാൻ വേണ്ടിയാണ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് നട്ടും ബോൾട്ടും ഇടാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ ടേബിളിൻ്റെ എക്സ്റ്റൻഷൻ്റെ അടിയിൽ സപ്പോർട്ടായിട്ട് വെക്കാനായിട്ടുള്ള പീസാണിത്. അപ്പോൾ ഇനി അത് എങ്ങനെയാണ് വെക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ടേബിളിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒരു ഹോൾ ഇട്ടിട്ട് ഒരു നട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ നട്ട് നോക്കുവാണെങ്കിൽ ഇത് ഈ ബോൾട്ട് കയറാനായിട്ട് കറക്റ്റ് പാകത്തിനുള്ള നട്ടാണ് എടുത്തേക്കുന്നത്. ഇതിനടിയിലുള്ള ഹോളിൽ ഈ ബോൾട്ട് കറക്റ്റ് കയറി വരാനുള്ള ഹോൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് അടിയിൽ നിന്നാണ് ഇങ്ങനെ കയറി വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ സ്റ്റീലിൻ്റെ പീസ് ഇതിൽ കയറ്റിയിടുന്നത് നോക്കാം. അപ്പോൾ ഇത് കയറ്റിയിടാനായിട്ട് ആദ്യം നമ്മൾ ഈ സ്റ്റീലിൻ്റെ പീസ് എടുത്തിട്ട് ഇതിനടിയിൽ ഇങ്ങനെ പിടിക്കുകയാണ് ചെയ്യുന്നത് കറക്റ്റായിട്ട്. നമ്മൾ ഈ നട്ട് ഇങ്ങനെ കയറ്റിയിട്ടിട്ട് ഈ ഹോളിനകത്തൂടെ ഈ നട്ടിട്ടങ്ങ് മുറുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് മുറുക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ ഒന്ന് മൂവ് ചെയ്യാവുന്ന രീതിയിൽ മാത്രമേ മുറുക്കാവുള്ളൂ. അപ്പോൾ നമ്മളിത് ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് മുറുക്കി വെച്ചിട്ടേ ഉള്ളൂ. ഇനി നമ്മുടെ എക്സ്റ്റൻഷൻ, നമ്മൾ എക്സ്ട്രാ പിടിപ്പിച്ച പീസ് നമ്മളിങ്ങനെ പൊക്കി വെച്ചിട്ട് ഈ പീസ് നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ ഇടുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സ്പാനർ യൂസ് ചെയ്ത് ഇങ്ങനെ അങ്ങ് മുറുക്കി കൊടുക്കുമ്പോഴത്തേക്കും പിന്നെ ഇത് അനങ്ങില്ല, അത് കറക്റ്റായിട്ട് ഇവിടെ ഇരുന്നോളും. ഇപ്പം ഞാൻ ഒരു സൈഡിൽ ഇതുപോലെ ഒരു സപ്പോർട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത സൈഡിൽ നമുക്ക് സപ്പോർട്ട് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ 2 സൈഡിലും സപ്പോർട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു നട്ട് കാണാൻ പറ്റുന്നില്ലേ? ഇനി നമുക്ക് ഒന്ന് നൂർത്ത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേബിളിൻ്റെ ലെങ്ത് കൂട്ടിയത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ അടിയിൽ നിന്ന് മുറുക്കി നട്ട് 2 ഇവിടെ നീണ്ടു നിൽപ്പുണ്ട്. അതും കൂടെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടേബിളിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റും. കണ്ടില്ലേ, അത്യാവശ്യം നല്ല വെയിറ്റ് തന്നെ ഇതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 10 കിലോളം ഉണ്ട് വെയിറ്റ്. ഏറെക്കുറെ നല്ലൊരു ബലമുള്ള ഒരു ടേബിളിൻ്റെ എക്സ്റ്റൻഷൻ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേബിൾ എല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എൻ്റെ തലയിൽ മൊത്തം പൊടിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു തടിയുടെ പീസും പിന്നെ കുറച്ച് ടൂൾസും സാധനങ്ങളൊക്കെ മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു ടേബിൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ടോക്കിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.